മ്യൂസിക് കൊള്ളാത്ര തന്നെയാണ്. ഹൈപ്പിന് അത്ര ഒന്നുമില്ല. ട്രെയിലറുള്ള കട്ട്സ് മാത്രം കൊള്ളാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഡിസപ്പോയിന്റഡ് ആയിപ്പോയി, ഭയങ്കര ഡിസപ്പോയിന്റഡ്. ജയറാമിന് കിട്ടിയ ട്രോള് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാം ആണെങ്കിലും ജോജു ആണെങ്കിലും അറ്റ്ലീസ്റ്റ് മലയാളീസിന് കുറച്ച് ബെറ്റർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നല്ല സംതിങ് ഷുഡ് ബി ദേർ. ഒരു സ്പാർക്ക് എന്തെങ്കിലും വേണ്ടേ ഒരു പടത്തിന്? ഇതൊരു മൂവി ഇറക്കണമല്ലോ എന്ന് കരുതി ഒരു മൂവി ഇറക്കിയ ഒരു ഫീൽ ആയിപ്പോയി. മാസം എന്ന് പറയാനില്ല അതില്. റിലേറ്റബിൾ ഒന്നുമല്ല. ഇപ്പം എന്താ പറയാ നമ്മളിപ്പോ മാർവൽ സീരീസ് ഒക്കെ വരുമ്പോഴും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? നല്ലൊരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പീപ്പിൾ വിൽ അക്സെപ്റ്റ്. എന്തിനോ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി, എന്തിനോ വേണ്ടി കഥ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച്, എന്തിനോ വേണ്ടി നാടിനെ രക്ഷിച്ച ആ ഒരു രീതിയായിപ്പോയി. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ പടം കണ്ടിട്ട്. രാവിലെ നമ്മൾ ഉറക്കം കളഞ്ഞിട്ട് വന്നിട്ട് പക്കാ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. അതുകൊണ്ട് അപ്രോച്ച് അല്ല പറയുന്നത്. ആർ സുബ്രാജിന്റെ പടത്തിന്റെ അതേ സെയിം പാറ്റേൺ അപ്രോച്ച് തന്നെയാണ് ഇതിലും. ഒരു ഗാങ്സ്റ്റർ മൂവിയുടെ ഒരു, പക്ഷേ കൂടുതലും ലവ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ഇമ്പാക്റ്റും കിട്ടിയില്ല, ഒരു ഇമോഷൻസ് നമുക്ക് കണക്ട് ആവുന്നില്ല. ആകെ കുറെ ഫൈറ്റ് സീൻസ് ഉണ്ട്, അത് നമുക്ക് വലിയ ഇമ്പാക്ട്. സൂര്യയുടെ സ്റ്റൈലിഷ് ലുക്കാണ്. അതർവൈസ് പടം ആകെ സന്തോഷ് മ്യൂസിക് വർക്ക് എല്ലാം അടിപൊളി. ഫസ്റ്റ് ഹാഫ് നല്ല, സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗാണേലും കൊള്ളാം. മൊത്തത്തിൽ നല്ലതല്ല. ഫസ്റ്റ് ഹാഫ് നല്ല. മാസം ഫൈറ്റ് ഒക്കെ ഉണ്ട്. നല്ല സീൻസും കട്ടും ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല. സിംഗിൾ ഷോട്ടൊക്കെ ജയറാമേട്ടന് സിനിമയില്ല തമിഴില്. അത് ജയറാമേട്ടനൊക്കെ ഇങ്ങനെ വെറും കോമഡി ആയിട്ട് ചപ്പളി കോമഡി അടിച്ച് നടക്കുന്ന കാര്യം എന്താന്ന്? മലയാളത്തിൽ ജയറാമേട്ടനൊക്കെ എത്ര നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഈ തമിഴിൽ ഇപ്പൊ എന്തിനാണ് വില കളയണത്? അല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് എനിക്കൊരു ചാൻസ് തരണം. പിന്നെ അല്ലാതെ ഒരു വില്ലനായിട്ട് തന്നെ ഞാനെങ്ങനെ പൊളിച്ചനായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. സൂര്യണ്ണ 200 രൂപ പോയി. 200 രൂപ പോയാലും എനിക്ക് വിഷമമില്ല, കുഴപ്പമില്ല. ഞാൻ 200 ഉണ്ടായിരുന്നെങ്കിൽ കരമനയിൽ പോയിട്ട് ഇതിന്റെ ഡയറക്ടർ നമ്മളെ കാർത്തികിന് 100 രൂപയ്ക്ക് ഒരു ചട്ടി പഴി ഞാനും പൊളിച്ചനായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ക്രീൻ പ്രസൻസ്. ഇതാണ് വേണ്ടത് സൂര്യന്. അത് മതി. അത്ര ഭയങ്കര സന്തോഷം. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ മറ്റേ ജിഗ്രത ഡബിൾ എക്സ് എങ്ങനെ അതുപോലെ ആയിരുന്നു. വേറെ വലിയ കമ്പാക്കിനുള്ള ഐറ്റം ഒന്നുമില്ല. റൊമാൻസ് ഒന്നും ഇതിനകത്ത് പറയാൻ ഒന്നും ഇല്ല കേട്ടാ. വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോ തന്നെ മനസ്സിലാവും. അതില്ലെങ്കിൽ പറഞ്ഞ സ്പോയിലർ ആയി പോകും. ഡ്യൂറേഷൻ കുറയ്ക്കണം. ഡ്യൂറേഷൻ കുറയ്ക്കണം കേട്ടോ. അതുണ്ട്. 1.25 മണിക്കൂറൊന്നുമല്ല, 2.25 മണിക്കൂറൊക്കെ വേണ്ടി വരും. പക്ഷെ 3 മണിക്കൂറുള്ള സിനിമ നല്ല ലാഗ് അവർ നല്ല രീതിക്ക് വലിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ഭയങ്കര സൂപ്പർ. എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല പടം. പക്ഷെ അതിപ്പോ ലാഗ് ആയിട്ട് ക്ലൈമാക്സ് പോരാ.